ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ദമാം ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലേക്ക് ഇന്നലെ വിളിച്ചിരിക്കുന്ന വേക്കൻസീസിന് നിങ്ങൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ഫസ്റ്റ് നിങ്ങളൊരു ഗൂഗിളിൻ്റെ പേജ് എടുത്തിട്ട് ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ദമാം എന്ന് കൊടുക്കുക. ദമാം ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ. ഇത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഫസ്റ്റ് പേജിൽ തന്നെ കാണാം സർക്കുലർ വർക്ക്ഷീറ്റ് ആൻഡ് എംപ്ലോയ്മെന്റ്. അല്ലെ, ഇനി നിങ്ങൾ ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെ എംപ്ലോയ്മെന്റ് എന്ന് കണ്ടില്ലെങ്കിൽ നേരെ നിങ്ങൾ സ്കൂളിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് കരിയർ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എംപ്ലോയ്മെന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നേരെ അവരുടെ എംപ്ലോയ്മെന്റ് പേജിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ റീസെന്റ് ആയിട്ടുള്ള ഇന്നലെ വന്നിട്ടുള്ള ഒരു വേക്കൻസിയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിൽ പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു വേക്കൻസിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഇന്നലെ വന്നിട്ടുള്ള വേക്കൻസിയാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സൺഡേ 29th ഡിസംബർ 12 PM വരെയാണ് കൊടുക്കേണ്ട സമയം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുക, ആർക്കാണ് ഇത് പറ്റുക എന്നുള്ള കാര്യം. അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ ആണ്, ടീച്ചിങ് വേക്കൻസീസ് അല്ല. അപ്പോൾ വേക്കൻസീസ് ഉള്ള കാര്യം ഫസ്റ്റ് വേക്കൻസി നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ, ഇലക്ട്രീഷ്യൻ, HVAC ടെക്നീഷ്യൻ. അപ്പോൾ ഇതിനകത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫീസർക്ക് വേണ്ടത് ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി, ബിസിനസ് റിലേറ്റഡോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി. 10 years എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 10 years എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു നോക്കൂ. ഓക്കെ, പിന്നെ അറബിക് അറിയുന്നവർക്ക് അവർ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇലക്ട്രീഷ്യനും HVAC ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ഡിപ്ലോമയാണ് അവർ ചോദിക്കുന്നത്. ബാക്കി നിങ്ങൾ തന്നെ എല്ലാ ഫുൾ ക്വാളിഫിക്കേഷൻ എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് റീഡ് ചെയ്യാവുന്നതാണ്, വീഡിയോ ലെങ്തി ആവേണ്ടെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ഇത് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതും ആർക്കൊക്കെയാണെന്നുള്ളൊരു കാര്യം. കുറേ പേരുന്ന് എനിക്ക് മോർണിംഗ് ആ ഷോർട്ട് വീഡിയോ സെൻഡ് ചെയ്തതിൻ്റെ ശേഷം മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഗൾഫിൽ ഇപ്പോൾ നിങ്ങളുള്ളവരാണെങ്കിൽ, വർക്ക് വിസയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വിസ അവർ ട്രാൻസ്ഫർ ചെയ്യില്ല എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. വിസ ട്രാൻസ്ഫർ കൊടുക്കുന്നില്ല, എന്നാൽ സ്കൂൾ വിസ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നാട്ടിലുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്താൽ സ്കൂൾ വിസ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അതില്ലെങ്കിൽ ഇവിടെയുള്ള വിസിറ്റ് വിസക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഇവിടെ വിസ ഉള്ളവർ, ഏതെങ്കിലും ഒരു സ്പോൺസറുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് വിസയിൽ വന്നിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വിസിറ്റ് വിസയിലുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അപ്ലൈ ചെയ്യാം, അവർ ന്യൂ വിസ നിങ്ങൾക്ക് തരും. അതില്ല, നാട്ടിലുള്ളവർക്കാണെങ്കിലും അവിടുന്ന് ആപ്ലിക്കേഷൻ ഓൺലൈനിലൂടെ സെൻഡ് ചെയ്യുക. പോസ്റ്റലായിട്ടല്ല സെൻഡ് ചെയ്യേണ്ടത്. ഇന്നൊരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു പോസ്റ്റൽ അഡ്രസ്സ് എങ്ങനെ, കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി നാട്ടിൽ നിന്ന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടവർക്കാണെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് മുകളിൽ. അതിനകത്ത് പോയിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അത് ഞാൻ നിങ്ങളെ കാണിക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള CV, പാസ്പോർട്ട്, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് ലെറ്റർ. അപ്പം നിങ്ങളുടെ ഒരു CVയും പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് ആൻഡ് ബാക്ക് പേജിൻ്റെ ഓരോ കോപ്പി, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ നിങ്ങളുടെ ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി എന്തൊക്കെ കാര്യങ്ങളാണോ അതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും അതിൻ്റെ കോപ്പി, പിന്നെ എക്സ്പീരിയൻസ് ലെറ്റർ ഉണ്ടെങ്കിൽ അതും. ഇതെല്ലാം കൂടി ഒറ്റ PDF-ലാക്കുക. ഒരു PDF ഫയൽ എങ്ങനെ ചെയ്യാമെന്ന് അറിയാലോ. നിങ്ങൾ അതിൻ്റെ പിക്ചർ എടുത്തിട്ട് ക്യാം സ്കാനർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ PDF ആക്കാൻ പറ്റുന്നതാണ്. അതില്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഉണ്ട് നമ്മൾ അതിൻ്റെ ചെയ്ത് കേട്ടോ, അതുപോലെ ചെയ്തോളൂ. എന്നിട്ട് അതും ഇതുപോലെ ഇവിടെ കൊടുത്തിട്ടില്ല ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഇമെയിൽ ID ഉണ്ട്, ആ ഇമെയിൽ IDയിലേക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. അതാണ് വേണ്ടത്. നിങ്ങൾ സബ്ജക്റ്റ് ലൈനിൽ എന്തിനാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അത് അതിൻ്റെ സബ്ജക്റ്റ് ലൈനിൽ ചേർക്കുക. ഇനി ഇവിടെ ഉള്ളവരോട് പറയാൻ, നിങ്ങളിവിടെ വിസിറ്റ് വിസയിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കും ഇതേ പ്രോസസ്സ് ചെയ്യാം. നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് ഇതുപോലെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ വിസ നിങ്ങൾക്കും കിട്ടും. അതില്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം, നേരിട്ട് സ്കൂളിൽ പോവുക. സ്കൂളിൽ പോയിട്ട് അവരിതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോപ്പി ഓഫ് ആപ്ലിക്കേഷൻ ഫോം സ്കൂളിൻ്റെ റിസപ്ഷനിൽ കളക്ട് ചെയ്യാം. ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യണ്ട. സ്കൂളിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ വാങ്ങിക്കുക. എന്നിട്ട് അവിടുന്ന് അത് ഫില്ല് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് നിങ്ങളുടെ CVയുടെ കോപ്പി, മറ്റെല്ലാ ഡോക്യുമെൻസിൻ്റെ കോപ്പി, അതും കൂടെ അതിൻ്റെ കോപ്പി കൊണ്ടുപോകാം. അങ്ങനെ ഫില്ല് ചെയ്ത ഫോമും ഇതിൻ്റെ കോപ്പീസും അറ്റാച്ച് ചെയ്തിട്ട്
അവിടെ ഓഫീസിൽ നിങ്ങൾക്ക് നേരിട്ട് സബ്മിറ്റ് ചെയ്യാം. അതാണ് സെക്കൻഡ് ഓപ്ഷൻ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോവാം, അതില്ലെങ്കിൽ ഓൺലൈനിലൂടെ ആണെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സെൻഡ് ചെയ്യുക, ഇമെയിലിലൂടെ ഈ ഡോക്യുമെന്റ് സെൻഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഡൗട്ട് ഇപ്പോൾ പെർഫെക്റ്റ്ലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. കാരണം നേരിട്ടാണെങ്കിൽ ഒന്നും നിങ്ങൾ ഓൺലൈനിൽ സെൻഡ് ചെയ്യണ്ട, ആപ്ലിക്കേഷൻ ഫോം അവർ അവിടുന്ന് റിസപ്ഷനിൽ തരും, അത് അവിടുന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, പോകുന്ന സമയത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ കോപ്പികൾ കയ്യിൽ പിടിക്കുക, എന്നിട്ട് ഇത് രണ്ടും കൂടെ പിൻ ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ട് അത് അവർക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇനി നേരിട്ട് സ്കൂളിൽ പോകാൻ പറ്റാത്തവർ ജിദ്ദയിലോ മറ്റോ പ്ലേസിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലുള്ളവരാണെങ്കിൽ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, എന്നിട്ട് ഈ പറഞ്ഞ എല്ലാ കോപ്പീസിൻ്റെയും കോപ്പികളായിട്ട് ഹാർഡ് കോപ്പി അല്ല ഓൺലൈനിൽ നമ്മൾ ഇമെയിൽ ആയിട്ട് ഒരു PDF ഫയലായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യേണ്ടതെന്നും കൂടെ കാണിക്കാം. ഇതാണ് ഈ ഓൺലൈൻ ഫോം. കാൻഡിഡേറ്റ്സ് മേ ഓൾസോ അപ്ലൈ ത്രൂ ദ ലിങ്ക്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഓൺലൈൻ്റെ പേജിലേക്ക് വന്നു. പെട്ടെന്നൊന്ന് പറയാം കേട്ടോ. പോസ്റ്റ് അപ്ലൈഡ് സബ്ജക്റ്റ് ഏത് പോസ്റ്റിനാണോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഒരു കാര്യം മനസ്സിലാക്കുക, ഒന്ന് അഡ്മിൻ ഓഫീസർക്ക്, ഒന്ന് ഇലക്ട്രീഷ്യന്, ഒന്ന് HBSCക്ക്, അങ്ങനെ 3 ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്താൽ അവർ നിങ്ങൾ 3ലേക്കും കൺസിഡർ ചെയ്യില്ല, ഫുള്ളി അവർ റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് മാത്രം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അഡ്മിൻ ഓഫീസർ ആണെങ്കിൽ അത്, ഇലക്ട്രീഷ്യൻ ഏതാണോ വേണ്ടത് അതിനെ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ആപ്ലിക്കൻസ് നെയിം നിങ്ങളുടെ പാസ്പോർട്ടിൽ കൊടുത്തിട്ടുള്ള അതേപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ പാസ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ടാവില്ലേ, അതേ നെയിം ഇവിടെ കൊടുക്കുക. പിന്നെ പാസ്പോർട്ടിന്റെ നമ്പർ കൊടുക്കുക. പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും പാസ്പോർട്ടിനകത്ത്, അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കാം. പിന്നെ ആപ്ലിക്കൻസ് ഇക്കാമ നമ്പർ. അപ്പോൾ ചിലർക്ക് ഇതായിരുന്നു ഡൗട്ട്, ഇക്കാമ നമ്പർ ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇക്കാമ നമ്പർ എന്നുള്ളിടത്ത് നിങ്ങൾ ഇത് കൊടുക്കാതെ ഇത് ആക്സെപ്റ്റ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ NA എന്ന് കൊടുത്താൽ മതി, നോട്ട് ആപ്ലിക്കബിൾ. കാരണം നിങ്ങൾക്ക് ഇക്കാമ ഇല്ലാത്തവരല്ലേ. അപ്പോൾ NA എന്ന് കൊടുത്താൽ നോട്ട് ആപ്ലിക്കബിൾ. എക്സ്പയറി ഓഫ് ഇക്കാമ ഇല്ലാത്ത ഒരാൾക്ക് എക്സ്പയറി ഡേറ്റും ഇല്ല, അപ്പോൾ അവിടെയും NA എന്നുള്ളത് അടിച്ചു കൊടുക്കുക. ഓക്കെ, NA നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള അതുപോലെ കൊടുക്കുക. ഇനി ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള അത് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടെ അടുത്തത് ഫാദർ നെയിം, നിങ്ങളുടെ ഫാദറിന്റെ നെയിം അത് പാസ്പോർട്ടിൽ ഉണ്ടെങ്കിൽ അതുപോലെ കൊടുക്കുക. നെയിം ഓഫ് ദ സ്പൗസ്, നിങ്ങൾ ഹസ്ബൻഡുമാരുടെ ഇതിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡിന്റെ നെയിം, അപ്പോൾ ഇവിടെ ഹസ്ബൻഡിന്റെ ആ സ്പൗസ് നെയിം കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇനി നിങ്ങൾ മാരീഡ് അല്ലാത്തവരാണെങ്കിൽ ഇവിടെ നോട്ട് അവൈലബിൾ എന്നുള്ള നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള ആ ഒരു NA എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി പെർമനന്റ് അഡ്രസ്സ്, നാട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾ നാട്ടിലെ അഡ്രസ്സ് കൊടുക്കുക, അതായത് നാട്ടിലുള്ള പെർമനന്റ് അഡ്രസ്സ് കൊടുക്കുക. പോസ്റ്റൽ നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കൊടുക്കുക. മൊബൈൽ നമ്പർ, നിങ്ങൾ സൗദിയിലുള്ളവരാണെങ്കിൽ സൗദിയിലെ മൊബൈൽ നമ്പർ അത് കൊടുക്കാം. അതല്ല നാട്ടിലുള്ളവരാണെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ +91 നാട്ടിലെ നമ്മുടെ കോഡ്, ടെലിഫോണിന്റെ ആ കോഡും കൂടെ കൊടുത്തിട്ട് നമ്പർ കൊടുക്കുക. ഇമെയിൽ ID, നല്ലൊരു ഇമെയിൽ, പ്രൊഫഷണൽ ആയിട്ടൊരു ഇമെയിൽ ID കൊടുക്കുക കേട്ടോ. പിന്നെ നാഷണാലിറ്റി, നമ്മുടെ നാഷണാലിറ്റി ഇന്ത്യൻ എന്നുള്ള അത് കൊടുക്കാം. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, നിങ്ങളൊരു മാസ്റ്റർ ഡിഗ്രി ഉള്ള ആളാണെങ്കിൽ ഫസ്റ്റ് മാസ്റ്റർ ഡിഗ്രി, പിന്നെ ഡിഗ്രി, +2, SSLC അങ്ങനെ കൊടുക്കുക. അത് പാസ്സായിട്ടുള്ള ഇയർ, നിങ്ങളുടെ സബ്ജക്റ്റ്. അപ്പോൾ നിങ്ങളുടെ മാസ്റ്റർ ഡിഗ്രി ഏത് സബ്ജക്റ്റിലാണോ അത് മാത്രം കൊടുത്താൽ മതി, എല്ലാ സബ്ജക്റ്റും നിങ്ങൾ അതിലേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിന്റെ നെയിം എഴുതുക. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ചെയ്തവർ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് നോക്കി ആ യൂണിവേഴ്സിറ്റി നെയിം കൊടുക്കുക. ഓക്കെ, പിന്നെ പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾ, പിന്നെ എഡ്യൂക്കേഷൻ മോഡ് ഇവർ ചോദിക്കുന്നുണ്ട്, റെഗുലർ ആണോ കറസ്പോണ്ടന്റ് ആണോ. അപ്പോൾ നിങ്ങൾ കോളേജിൽ പോയിട്ട് റെഗുലർ കോളേജിൽ പോയിട്ട് ചെയ്തതാണെങ്കിൽ റെഗുലർ, ഡിസ്റ്റൻസ് ഓൺലൈൻ അങ്ങനെയൊക്കെയാണെങ്കിൽ കറസ്പോണ്ടൻസ് അത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഡിഗ്രി അറ്റസ്റ്റഡ് ബൈ, ഇവിടെ ഒരു കോളം കാണുന്നുണ്ട്, ഡിഗ്രി അറ്റസ്റ്റഡ് ബൈ HRD MEA സൗദി എംബസി. HRD എന്ന് പറയുന്നത് നോർക്കയാണ്, MEA എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അഫയേഴ്സ് അപ്പോസ്റ്റലാണ്, പിന്നെ വരുന്നത് സൗദി എംബസി. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതെല്ലാം നിങ്ങൾ സൗദി എംബസി ചെയ്തിട്ടില്ല UAE എംബസി ആണെങ്കിൽ അതിന് എന്താ ചെയ്യാൻ നോക്കണ്ട, ഇവിടെ ക്ലിക്ക് ചെയ്യുക, സെലക്ട് എന്ന് കൊടുത്തിട്ട് യെസ് എന്ന് കൊടുത്താൽ മതി. കാരണം നിങ്ങളൊരു എംബസി അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. സൗദിയിൽ വർക്ക് ചെയ്യാനും വിസയിൽ വരാനും നിങ്ങൾക്ക് അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ മതി, അത് ട്രാവൽസിൽ പോയാൽ കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അതിന് ആകെ 1500 rupees ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുള്ളവരാണെങ്കിൽ അങ്ങനെ യെസ് എന്ന് കൊടുക്കുക. എന്നിട്ട് പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, നിങ്ങൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ റീസെന്റ് എക്സ്പീരിയൻസ്, എവിടെയാണോ വർക്ക് ചെയ്ത കോളേജ് ഓർ സ്കൂൾ അത് കൊടുക്കുക. നിങ്ങളുടെ പൊസിഷൻ ടീച്ചറാണോ, ഹൈസ്കൂൾ ടീച്ചറാണോ, പ്രൈമറി ടീച്ചറാണോ, KG ടീച്ചറാണോ അത് കൊടുക്കുക.
പിന്നെ എന്ന് മുതൽ എന്ന് വരെയല്ല, ഫ്രം ടു എന്നുള്ള മന്ത് ആൻഡ് ഇയർ എഴുതുക. ഫോർ എക്സാമ്പിൾ ജൂൺ 2021 മുതൽ ഇപ്പൊ നിങ്ങളൊരു ജൂൺ 2024 അല്ലെങ്കിൽ ഒക്ടോബർ 2024 അതുപോലെ എഴുതുക. പിന്നെ എത്ര വർഷം നിങ്ങൾ ടോട്ടൽ അവിടെ വർക്ക് ചെയ്തു എന്നുള്ള ആ ഒരു വർഷം കൊടുക്കുക. ജോബ് റെസ്പോൺസിബിലിറ്റി നമ്മുടെ CV യുടെ ക്ലാസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ റെസ്പോൺസിബിലിറ്റി എഴുതുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ജോബ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കോമ ഇട്ടിട്ട് ആദ്യം നിങ്ങൾ വേർഡിൽ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് അവിടുന്ന് കോപ്പി എടുത്തിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം. അല്ലാതെ ഇവിടെ നിങ്ങൾ എല്ലാം ടൈപ്പ് ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഓരോ ക്വാളിഫിക്കേഷൻ കൊടുക്കുക. ഇനി അച്ചീവ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ടീച്ചിങ് അപ് ടു 250 ക്യാരക്ടേഴ്സ്. ഇതല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ടീച്ചിങ്ങിൽ ഒരു നല്ല ടീച്ചറാന്ന് കാണിക്കാൻ നിങ്ങളെ കുട്ടികളെ നിങ്ങൾ പഠിച്ചിട്ട് അവർ റാങ്ക് ഹോൾഡേഴ്സ് ആണോ, അവരെന്തെങ്കിലും അച്ചീവ്മെന്റ് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിൻ കൊടുത്തിട്ട് ആരെങ്കിലും അച്ചീവ്മെന്റ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കോമ്പറ്റീഷൻ അങ്ങനത്തെ കാര്യത്തിൽ ഫസ്റ്റ് പ്ലേസ് കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ നിങ്ങളെ കുറിച്ച് ഒരു ഷോർട്ട് ആയിട്ട് അബൌട്ട് യു ഒരു അച്ചീവ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതും കൂടെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ ഇത് സബ്മിറ്റ് ആവാത്ത ഞാൻ എല്ലാ ഡാറ്റയും കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട് മാത്രം മതിയോ? ഇത് ഫില്ല് ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഈ ഒരു ഫോമിന്റെ ഒരു ഇത് ഫില്ല് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഇതിൽ എങ്ങനെയാണ് ഒരു PDF ഓൺലൈനിലൂടെ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ സെജിത എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ആ സെജിതയിൽ പോയിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ഓൺലൈൻ PDF നമുക്ക് എഡിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഡൗൺലോഡ് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. എന്നിട്ട് ഇത് അവരുടെ ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർക്ക് ഇനി ഡൗട്ട് വരാണ്ടിരിക്കാനാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത ഈ ഒരു PDF ഫയലും പിന്നെ സർട്ടിഫിക്കറ്റും CV മറ്റെല്ലാതും എക്സ്പീരിയൻസ് എല്ലാം കൂടിയിട്ടുള്ള ഒരു PDF ഫയലും, ഈ രണ്ട് PDF ഫയലും കൂടെ നിങ്ങൾ ഇമെയിൽ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇമെയിൽ അതിന്റെ സബ്ജക്ട് ലൈനിൽ കൊടുക്കുക. എന്നിട്ട് ആ ബോഡി പാർട്ടിൽ കൈൻഡ്ലി ഫൈൻഡ് ദ അറ്റാച്ച്ഡ് ഫയൽ ഓഫ് എന്ന് പറഞ്ഞിട്ട് 1 2 3 എന്നിട്ടിട്ട് നിങ്ങൾ ഏതൊക്കെയാണോ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഫയൽ അത് കൊടുക്കുക. എന്നിട്ട് താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് എന്ന് കൊടുത്തിട്ട് മൊബൈൽ നമ്പർ കൊടുക്കുക. കംപ്ലീറ്റ് നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന പോലുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക, സെൻഡ് ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ നേരിട്ട് സ്കൂളിൽ പോയിക്കോ, അത് ഞാൻ വീണ്ടും പറയുന്നില്ല. സ്കൂളിൽ നേരിട്ട് പോയിട്ട് അവിടെ റിസപ്ഷനിൽ ചോദിച്ചാൽ അവർ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എല്ലാവരും മിസ് ചെയ്യണ്ട. നിങ്ങൾക്ക് ആർക്കാണോ ജോബ് നോക്കുന്നവർ ഇപ്പൊ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ